ഫെസ്റ്റിവൽ മൈൽസ്റ്റോണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സംഭവം എന്ന് വെച്ചാലേ, ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ വെട്ടുകാട് മാതൃക ദേവോസ് ചർച്ചിലാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഞാനിവിടെ ആദ്യമായിട്ടാണ്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും 2 കിലോമീറ്റർ മാറിയാണ് വെട്ടുകാട് പള്ളി സ്ഥിതി ചെയ്യുന്നത്. പണ്ട് പോർച്ചുഗീസുകാരാണ് ഇവിടെ ആദ്യമായി ഈ ദേവാലയം നിർമ്മിക്കുന്നത്. അത് വർഷങ്ങൾക്ക് ശേഷം പൊളിച്ചു കളഞ്ഞതിന് ശേഷമാണ് ഏകദേശം 11 വർഷം കൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന പള്ളി നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ പള്ളിക്കകത്താണുള്ളത്. അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ ഇതൊക്കെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ കാഴ്ചകളൊക്കെ വന്ന് കാണണം, ഈ പള്ളിയിൽ വരണം. നല്ലൊരു അനുഭൂതിയാണ് കേട്ടോ ഇവിടെ വന്നിരിക്കുമ്പോൾ, മനസ്സിനും ശരീരത്തിനും. നമ്മുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും മറന്നുകൊണ്ട്. സംഭവം എന്ന് വെച്ചാൽ ചർച്ചിൽ മാസ് കിടന്നുകൊണ്ടിരിക്കുകയാണ്. മാസം എന്ന് വെച്ചാൽ നെത്തിപൂജ നടന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു. ആ ടൈമിലാണ് ഞാനിവിടെ എത്തിയത്. പക്ഷേ വൈകുന്നേരമായി കേട്ടോ ഞാനിവിടെ എത്തിയപ്പോൾ. ആൾക്കാരൊക്കെ ഒരുവിധം കുറഞ്ഞു. പക്ഷേ ലൈറ്റൊക്കെ പോയി തുടങ്ങി കേട്ടോ. അതിന് മുമ്പ് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണിക്കാം. അപ്പോൾ നമുക്ക് പുറകു സൈഡിലോട്ട് പോകാം. ഇവിടെ തീർത്ഥാടനത്തിനെത്തുന്നത് ക്രിസ്തീയ മതസ്ഥർ മാത്രമല്ല, ഹിന്ദുക്കളും മുസ്ലിം സഹോദരങ്ങളും എല്ലാവരും വരുന്നൊരിടം കൂടിയാണ് ഇവിടം. ആ കാണുന്നതാണ് ക്രിസ്തുരാജപീഠം. ഇവിടെ പ്രധാനമായും ആരാധന നടക്കുന്നത് വെള്ളിയാഴ്ച ദിവസമാണ്. എന്നിരുന്നാലും തീർത്ഥാടകർ എല്ലാ ദിവസവും ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. സംഭവം എന്താണെന്ന് അറിയാമോ? ഈ സാധനം ഞാൻ മുമ്പ് കഴിക്കത്തൊന്നുമില്ലായിരുന്നു കേട്ടോ, ഇപ്പം കഴിക്കും. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്.
അടിപൊളിയാണ്. സംഭവം എന്ന് വെച്ചാൽ ലൈറ്റ് പോവാറായി, നല്ല ഇരുട്ടായി തുടങ്ങി കേട്ടോ. ഞാൻ അവിടെ വന്നപ്പോൾ നല്ല ടൈമായിരുന്നു, പ്രാർത്ഥന ടൈമായിരുന്നു. അപ്പോൾ മനസ്സിലും നല്ലൊരു ആശ്വാസം. ഒരിക്കലെങ്കിലും ഇവിടെ വരണം കേട്ടോ കാണുന്നവർ. സംഭവം തിരുവനന്തപുരം ജില്ലയിലാണ്, വെട്ടുകാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരുവിധപ്പെട്ട ആൾക്കാർക്കെല്ലാം അറിയാം ഈ സ്ഥലം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ ബൈ. അല്ല, അവിടെ നിനക്ക് ഫെയ്ഡ് ചെയ്താൽ പോലെ. അപ്പോൾ സംഭവം എന്ന് വെച്ചാലേ ഞാനിപ്പോൾ ഉള്ളത് നല്ല വിറയിലുണ്ടല്ലോ. എടാ നീ സൗണ്ട് കിട്ടൂലേ?